സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തണുപ്പുകാലം തുടങ്ങുന്നതോടെ വിപണികളിൽ എള്ളുകൊണ്ടുള്ള വിഭവങ്ങൾ സജീവമാകാറുണ്ട്. എള്ളുകൊണ്ടുള്ള ലഡുവും മറ്റ് പലഹാരങ്ങളും നാം കഴിക്കാറുണ്ടെങ്കിലും ഈ ചെറിയ വിത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അതിശയിപ്പിക്കുന്ന ആരോഗ്യ രഹസ്യങ്ങൾ പലർക്കും അറിയില്ല. വെറും ഒരു ചെറിയ വിത്ത് എന്ന് ഇതിനെ തള്ളിക്കളയരുത്. നമ്മുടെ പ്രിയപ്പെട്ട ബദാം, കശുവണ്ടി, പിസ്ത എന്നിവയേക്കാളൊക്കെ കൂടുതൽ ഊർജവും പോഷണവും നൽകാൻ ഈ എള്ളിന് കഴിയും. ഇന്നത്തെ വീഡിയോയിൽ എള്ളിന്റെ അത്ഭുതകരമായ ഗുണത്തിനെക്കുറിച്ചും അത് എപ്പോൾ എങ്ങനെ കഴിക്കണമെന്നും നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നു. വീഡിയോ മുഴുവനായി കാണുക. എള്ളിന്റെ ഇനങ്ങളും പ്രത്യേകതകളും. പ്രധാനമായും 3 തരം എള്ളുകളാണുള്ളത്. കറുത്തത്, വെളുത്തത്, പിന്നെ തവിട്ട് നിറമുള്ളത്. ഇതിൽ ഏറ്റവും ഗുണപ്രദമായത് കറുത്ത എള്ള് തന്നെയാണ്. ഇതിലാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നത്. രണ്ടാമത് വെള്ള എള്ളാണ്. തവിട്ട് എള്ളിന് ആയുർവേദ പ്രകാരം പോഷക ഗുണങ്ങൾ കുറവാണ്. അതുകൊണ്ട് ഔഷധ ആവശ്യങ്ങൾക്ക് കറുത്തതോ വെളുത്തതോ ആയ എള്ളാണ് തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുമോ? എള്ള് പാലിനേക്കാൾ 14 മടങ്ങ് കൂടുതൽ ഊർജം ശരീരത്തിന് നൽകുന്നു. 100 ഗ്രാം എള്ള് കഴിച്ചാൽ ഏകദേശം 573 കിലോ കലോറി ഊർജം ലഭിക്കും. അതായത് ഒരു സാധാരണ മനുഷ്യന് ഒരു ദിവസം വേണ്ട ഊർജത്തിന്റെ 1/4 ഭാഗം വെറും 100 ഗ്രാം എള്ളിൽ നിന്നേ ലഭിക്കും. ഉണക്കമുന്തിരിയേക്കാൾ ഇരട്ടി ശക്തിയും കശുവണ്ടിയോളം കരുത്തും എള്ള് നൽകുന്നു. എന്നാൽ കശുവണ്ടിയേക്കാൾ വില കുറവായതുകൊണ്ട് ഇത് എല്ലാവർക്കും അനുയോജ്യമായ ഒന്നു തന്നെയാണ്. പ്രമേഹവും കൊളസ്ട്രോളും. പ്രമേഹ രോഗികൾക്ക് എള്ള് കഴിക്കാമോ എന്ന സംശയം പലർക്കുമുണ്ട്. എള്ളിൽ കാർബോഹൈഡ്രേറ്റ് കുറവും പ്രോട്ടീൻ കൂടുതലുമാണ്. ഇതിലെ ഇനോസിറ്റോൾ എന്ന ഘടകം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു. എള്ളെണ്ണ വെറും വയറ്റിൽ കഴിക്കുന്നത് പോലും പ്രമേഹത്തിന് നല്ലതാണ്. അതുപോലെ ഇതിൽ കൊളസ്ട്രോൾ ഒട്ടും തന്നെ ഇല്ല. എള്ളിലെ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്, അതായത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുവാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു. അമിതവണ്ണം കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എള്ള് ഒരു അനുഗ്രഹമാണ്. ഇതിലെ ഉയർന്ന ഫൈബർ ദഹനക്രിയ സുഗമമാക്കുന്നു. കശുവണ്ടിയേക്കാൾ 4 മടങ്ങ് ഫൈബർ ഇതിലുണ്ട്. ഇതിലെ സെസ്മോൾ, സെസ്മിനോൾ എന്നീ ഘടകങ്ങൾ ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പിനെ ഉരുക്കി പുറന്തള്ളുവാൻ സഹായിക്കുന്നു. പഴയ കാലങ്ങളിൽ നമ്മുടെ മുത്തശ്ശന്മാർ എള്ള് ശീലമാക്കിയത് കൊണ്ടാണ് അവർക്ക് കൊളസ്ട്രോളും അമിതവണ്ണവും ഒക്കെ ഇല്ലാണ്ടിരുന്നത്. ശരീരത്തിലെ വായുകോപം അല്ലെങ്കിൽ വാതദോഷം കാരണം ഉണ്ടാകുന്ന 80 തരം അസുഖങ്ങളെ തടയാൻ എള്ളിന് കഴിയും. കൈകാൽ മരവിപ്പ്, മൂത്രസംബന്ധമായ തടസ്സങ്ങൾ എന്നിവയ്ക്ക് എള്ള് മികച്ച ഒരു പ്രതിവിധിയാണ്. 100 ഗ്രാം എള്ളിൽ നിന്ന് ശരീരത്തിന് വേണ്ട അയണിന്റെ 112% ലഭിക്കുന്നു. ഇത് വിളർച്ച മാറുവാൻ സഹായിക്കുന്നു. കൂടാതെ പുരുഷന്മാരിൽ ലൈംഗികാരോഗ്യം വർദ്ധിപ്പിക്കുവാനും സ്ത്രീകളിൽ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും എള്ള് സഹായിക്കുന്നു. ഇനി ഇത് എങ്ങനെ കഴിക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഹൗ ടു കൺസ്യൂം. എള്ള് കഴിക്കുവാൻ ഏറ്റവും നല്ല മാർഗം ശർക്കര ചേർത്ത ലഡു രൂപത്തിലാണ്. പ്രമേഹമുള്ളവർ എള്ള് അല്പം വറുത്ത് രാവിലെ വെറും വയറ്റിൽ 1-2 സ്പൂൺ ചവച്ച് കഴിക്കുന്നതും നല്ലതാണ്. എള്ളെണ്ണ പാചകത്തിന് ഉപയോഗിക്കുന്നതും ഉത്തമമാണ്. സന്ധിവേദനയുള്ളവർ എള്ളെണ്ണ കൊണ്ട് ശരീരം മസാജ് ചെയ്യുന്നത് വേദനയൊക്കെ കുറയ്ക്കുവാൻ സഹായിക്കും. ഇതെല്ലാം കൂടാതെ പ്രകൃതിദത്തമായ ഒരു കാൽസ്യത്തിന്റെ സ്രോതസ് തന്നെയാണ് എള്ള്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് കാൽസ്യം അത്യാവശ്യമാണെന്ന് നമുക്കറിയാം. സാധാരണയായി നമ്മൾ കാൽസ്യത്തിനായി പാലിനെയാണ് ആശ്രയിക്കാറുള്ളത്. എന്നാൽ പാലിനേക്കാൾ 8 ഇരട്ടിയിലധികം കാൽസ്യം എള്ളിൽ അടങ്ങിയിട്ടുണ്ട് എന്നത് പലരെയും അത്ഭുതപ്പെടുത്തിയേക്കാം. പാലിനോ പാൽ ഉൽപ്പന്നങ്ങൾക്കോ അലർജി ഉള്ളവർക്കും സസ്യഭുക്കുകൾക്കും എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കുവാനും ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള രോഗങ്ങളെ തടയുവാനും ദിവസവും 1 സ്പൂൺ എള്ള് കഴിക്കുന്നത് വളരെയധികം ഗുണകരമാണ്. ശാരീരികമായ കരുത്തിന് പുറമെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുവാനും എള്ളിന് പ്രത്യേക കഴിവുണ്ട്. എള്ളിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം, കാൽഷ്യം എന്നിവ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു. കൂടാതെ ഇതിലെ സിങ്ക്, വിറ്റമിൻ B1 എന്നിവ തലച്ചോറിലെ സെറോട്ടോണിൻ എന്ന സന്തോഷം നൽകുന്ന ഒരു ഹോർമോണിന്റെ ഉൽപാദനത്തെ സഹായിക്കുന്നു. ഇത് അമിതമായ ഉത്കണ്ഠ, മാനസിക സമ്മർദ്ദം, വിഷാദം എന്നിവ കുറയ്ക്കുവാനും മനസ്സിന് ശാന്തത നൽകുവാനും സഹായിക്കുന്ന പ്രകൃതിദത്തമായ ഒരു ഔഷധമായി പ്രവർത്തിക്കുന്നു. രോഗപ്രതിരോധ ശേഷിയും ആന്റി ഏജിങ്ങും.
ആധുനിക വൈദ്യശാസ്ത്രം പോലും അംഗീകരിക്കുന്ന എള്ളിന്റെ മറ്റൊരു വലിയ പ്രത്യേകത അതിലെ ശക്തമായ ആന്റി ഓക്സിഡന്റുകളാണ്. ഇതിലെ സെസമിൻ, സെസമോളിൻ എന്നീ ഘടകങ്ങൾ ശരീരത്തിലെ കോശങ്ങൾ നശിക്കുന്നതിന് തടയുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ചർമ്മത്തിന് തിളക്കം നൽകുന്നതിനും അകാല വാർദ്ധക്യം തടയുന്നതിനും സഹായിക്കുന്നു. ചുരുക്കത്തിൽ എള്ള് വെറും ഒരു ഭക്ഷണമല്ല, മറിച്ച് നമ്മുടെ ശരീരത്തെ അകമേയും പുറമേയും സംരക്ഷിക്കുന്ന ഒരു പൂർണ്ണമായ ആരോഗ്യ കവചമാണ്. പഴയ കാലം മുതൽക്കേ നമ്മുടെ പൂർവികർ എള്ളും എള്ളെണ്ണയും നിത്യജീവിതത്തിന്റെ ഭാഗമാക്കിയിരുന്നു. ആയുർവേദ കാഴ്ചപ്പാടിൽ എള്ള് ശരീരത്തിലെ അഗ്നി അല്ലെങ്കിൽ ദഹനശക്തി വർദ്ധിപ്പിക്കുകയും ഭക്ഷണത്തെ നന്നായി ദഹിപ്പിച്ച് ശരീരം ഊർജ്ജസ്വലമായി നിലനിർത്തുവാനും സഹായിക്കുന്നു. ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രവും എള്ളിനെ ഒരു സൂപ്പർ ഫുഡ് ആയിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഇതിലെ ഉയർന്ന ഫൈബർ അംശം തടി കുറയ്ക്കുവാൻ ശാസ്ത്രീയമായി സഹായിക്കുമെന്ന് മെഡിക്കൽ സയൻസ് അംഗീകരിക്കുന്നു. ആയുർവേദ പ്രകാരം ശരീരത്തിൽ ഉണ്ടാകുന്ന ഏകദേശം 80 തരം രോഗങ്ങൾക്കും കാരണം വാതദോഷമാണ്. കൈകാലുകളിലെ മരവിപ്പ്, മൂത്രസംബന്ധമായ തടസ്സങ്ങൾ, അമിതമായ ഗ്യാസ് എന്നിവ ഇതിന്റെ ലക്ഷണങ്ങളാണ്. എള്ള് കൃത്യമായ അളവിൽ കഴിക്കുന്നത് ശരീരത്തിലെ വാതത്തെ സന്തുലിതമാക്കുവാനും പ്രായമായവരിൽ ഉണ്ടാകുന്ന സന്ധിവേദനയ്ക്കും മരവിപ്പിനും വലിയ ആശ്വാസം നൽകാനുമുള്ള ഏറ്റവും മികച്ച വഴിയാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ഗുണകരമായ ഒരു അപൂർവ വിത്താണ് എള്ള്. ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങൾ, ക്രമം തെറ്റിയ ആർത്തവം, PCOD സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ നിയന്ത്രിക്കുവാൻ സ്ത്രീകൾക്ക് എള്ള് ഏറെ സഹായകരമാണ്. പുരുഷന്മാരിൽ ശാരീരിക ബലക്ഷയം കുറയ്ക്കുവാനും പേശികൾക്ക് കരുത്ത് നൽകുവാനും ഇത് മികച്ചതാണ്. കൂടാതെ ബീജത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുവാൻ എള്ള് സഹായിക്കുമെന്നും ആയുർവേദം വ്യക്തമാക്കുന്നു. വാർദ്ധക്യത്തിൽ ശരീരം തണുക്കുകയും എള്ളുകൾ ദുർബലമാവുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. എള്ള് ശരീരത്തിന് അകമേ നിന്ന് ചൂട് നൽകുകയും എള്ളെണ്ണ കൊണ്ടുള്ള മസാജ് രക്തസഞ്ചാരം വർദ്ധിപ്പിച്ച് പേശികളുടെയും സന്ധികളുടെയും ബലക്ഷയം കുറയ്ക്കുകയും ചെയ്യുന്നു. വെറും വയറ്റിൽ എള്ളെണ്ണ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാൻ സഹായിക്കും. എള്ള് അല്പം വറുത്ത് സൂക്ഷിച്ചു വെച്ചാൽ ദീർഘകാലം കേടുകൂടാതിരിക്കുകയും ലഘുഭക്ഷണമായി ഉപയോഗിക്കുകയും ചെയ്യാം. എന്നാൽ ഗർഭിണികൾ എള്ള് ഉപയോഗിക്കുന്നതിന് മുൻപ് നിർബന്ധമായും ഒരു വിദഗ്ധ ഡോക്ടറുടെ ഉപദേശം തേടണം. എല്ലാ എള്ളുകളെക്കാളും കറുത്ത എള്ളാണ് കൂടുതൽ ഔഷധമുള്ളത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. ചുരുക്കത്തിൽ പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ആരോഗ്യനിധികളിൽ ഒന്നാണ് എള്ള്. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ഊർജം, ധാതുക്കൾ, വിറ്റമിനുകൾ എന്നിവയുടെ ഒരു കലവറയാണിത്. ആധുനിക ഭക്ഷണ രീതികൾ പലപ്പോഴും ജീവിതശൈലി രോഗങ്ങളിലേക്ക് നമ്മെ നയിക്കുമ്പോൾ എള്ളിനെ പോലെയുള്ള പരമ്പരാഗത ഭക്ഷണങ്ങൾ ശീലമാക്കുന്നത് ഒരു വലിയ പരിരക്ഷയാണ്. പ്രമേഹം, കൊളസ്ട്രോൾ, അമിതവണ്ണം തുടങ്ങിയ പ്രശ്നങ്ങളെ നേരിടാൻ എള്ള് സഹായിക്കുന്നു എന്ന് മാത്രമല്ല, എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കുവാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും ഇതിന് പ്രത്യേക കഴിവുണ്ട്. കറുത്ത എള്ളിന്റെ ഔഷധ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞ് അത് കൃത്യമായ അളവിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ദീർഘകാല ആരോഗ്യത്തിന് ഗുണകരമാകും. എണ്ണയായോ വറുത്തോ അല്ലെങ്കിൽ ലഘു രൂപത്തിലോ ഇത് ഉപയോഗിക്കാവുന്നതാണ്. എങ്കിലും ഏതൊരു ഔഷധവും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുപോലെ എള്ളിന്റെ കാര്യത്തിലും മിതത്വം പാലിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഗർഭിണികളും മറ്റ് പ്രത്യേക ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരും വിദഗ്ധോപദേശം നേടുന്നത് ഉചിതമാണ്. പ്രകൃതിയോട് ഇണങ്ങിയ ഇത്തരം ശീലങ്ങൾ പിന്തുടരുന്നത് വഴി രോഗങ്ങളില്ലാതെ ഊർജ്ജസ്വലമായ ഒരു ജീവിതശൈലി കെട്ടിപ്പടുത്തുവാൻ നമുക്ക് സാധിക്കും.